ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 65 റിവ്യൂ. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് PR ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും പേരുകൾ പറയാൻ. ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് അനുമോളുടെ പേരാണ്. അനുമോൾക്ക് PR ഉണ്ടെന്ന്. അനുമോൾക്ക് PR ഉണ്ടെന്ന് ബിന്നി പറഞ്ഞപ്പോൾ പൈസ വരെ എത്ര കൊടുത്തതെന്ന് അറിയാമെന്ന് ബിന്നി പറഞ്ഞപ്പോൾ എത്രയാണെന്ന് പറയാൻ അനുമോൾ പറഞ്ഞു. 16 ലക്ഷം എന്ന് ബിന്നി പറഞ്ഞു. അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ബിന്നി. അപ്പാനിക്ക് PR കൊടുത്ത ആളുകൾ തന്നെയാണ് അനുമോൾക്കും PR കൊടുത്തതെന്ന് അപ്പാനി അക്ബറോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഷാനവാസ്. അഡ്വാൻസ് വരെ കൊടുത്തിട്ടുണ്ടെന്നും ബാലൻസ് ഷോ വിജയിച്ച് വരുമ്പോൾ കൊടുക്കുമെന്നും. അതിലെ നൂറയും PR ഉള്ളവരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ലക്ഷ്മിയുടെയും ഇല്ലാത്തവരുടെ പേര് പറയുമ്പോൾ ആദില നൂറയുടെയും നൂറ ആദിലയുടെയും പേര് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരു വീട്ടിൽ നിന്ന് തന്നെ വരുന്നവരല്ലേ, അപ്പോൾ അങ്ങനെ പറയേണ്ട യാതൊരു കാര്യമില്ല. വേറൊരാളുടെ പേരല്ലേ പറയേണ്ടത് അവിടെ. ശരിക്കും അവർ രണ്ടുപേരും ഒന്നിച്ചവിടെ നിൽക്കുന്നത് അൺഫെയർ തന്നെയാണ്. കാരണം അവർ ഒന്നിച്ചാണ് കളിക്കുന്നത്, രണ്ടുപേരെ പിരിച്ചിട്ടും. ശരിക്കും പറഞ്ഞാൽ അവരിൽ ഒരാൾ പോകുന്നത് വളരെ നല്ലതാണ്. രണ്ടുപേർക്കും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കളികൾ മാത്രമേ ഉള്ളൂ. അവരുടെ ഗെയിം ഇപ്പോൾ ഭയങ്കര വീക്കാണ്. ഒട്ടും PR ഇല്ലാത്തവരുടെ പേരുകൾ പറയുന്നത് നെവിന്റെയും അനീഷിന്റെയും ഒക്കെയാണ്. ഇനിയിപ്പോൾ അനുമോൾ കപ്പടിച്ചാലും PRകൾ ജയിപ്പിച്ചു തന്നെ ആളുകൾ പറയൂ. അനുമോൾ തന്നെ ഹൗസിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് താൻ PR കൊടുത്തിട്ടുണ്ടെന്ന്. ഷാനവാസിനോട്, ബിന്നിയോട്, ആദില നൂറയോട്, ഇവരോടൊക്കെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് താൻ PR കൊടുത്തിട്ടുണ്ടെന്ന്. 16 ലക്ഷത്തിന്റെ കാര്യം താൻ എപ്പോഴാണ് ബിന്നിയോട് പറഞ്ഞതെന്ന് അനുമോൾ ചോദിച്ച് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബിന്നി പറഞ്ഞിട്ട് അനുമോൾ അത് പറഞ്ഞതാണ്. ചിലപ്പോൾ മറന്നതായിരിക്കാം. അവരുടെ എല്ലാവരും മുമ്പിൽ വെച്ച് ബിന്നി ഇടറിക്കൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെ PR കൊടുത്താൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് കഴിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ബിന്നിയും PR കൊടുത്തിട്ടുണ്ട്. അനുമോൾ ഷാനവാസിനോട് തന്നെ പറയുന്നുണ്ട് ബിന്നിയും കൊടുത്തിട്ടുണ്ടെന്ന്. അഡ്വാൻസ് വരെ കൊടുത്ത കാര്യം ഷാനവാസിനോട് തന്നെ അനുമോൾ പറയുന്നുണ്ട്. ഷാനവാസ് അത് മോർണിംഗ് ആക്ടിവിറ്റി പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. 16 ലക്ഷം PRന് കൊടുത്തോ എന്ന് പറഞ്ഞ് ഞെട്ടുന്നുണ്ട് ഷാനവാസും അക്ബറും. ഷാനവാസിനും PR ഉണ്ട്, അത് വേറെ കാര്യം. ബിഗ് ബോസ് ഏതായാലും പ്രേക്ഷകർ മുമ്പിൽ ഇത് ഇട്ടുകൊടുക്കുകയാണ്. കാരണം പ്രേക്ഷകരോട് കൃത്യമായി പറയുകയാണ് PR ഇല്ലാത്തവർക്ക് വോട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അൺഫെയർ എവിക്ഷൻ നടക്കും. പ്രേക്ഷകർ ദയവ് ചെയ്ത് PR ഇല്ലാത്തവർക്കും നന്നായി ഗെയിം കളിക്കുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യുക. അടുത്തത് 10ാം ആഴ്ചയിലേക്കുള്ള നോമിനേഷനായിരുന്നു. അനീഷ് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ചെറിയ ഇഷ്യൂ പ്രശ്നവൽക്കരിക്കുന്നു, സ്ത്രീകളോട് റെസ്പെക്ട് ഇല്ലായ്മ എന്ന പേരിൽ ഷാനവാസിനെയും ഒരു ഡോക്ടറായിട്ടുള്ള ബിന്നി പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വിടാതെ ഷാനവാസിനെയും അനീഷിനെയും ജയിലിൽ അടച്ചുപൂട്ടി എന്ന കാരണത്താൽ ബിന്നിയെയും നോമിനേഷൻ ചെയ്തു. ആര്യൻ അനീഷിനെയും ഷാനവാസിനെയും നോമിനേഷൻ ചെയ്തു. ഒറ്റപ്പെടുത്തുന്ന ഗെയിം കളിക്കുന്നു എന്ന കാരണത്താൽ അനീഷിനെയും കാണാത്ത വിഷയത്തിൽ കയറി പിടിക്കുന്നു എന്ന കാരണത്താൽ ലക്ഷ്മിയെയും അക്ബർ നോമിനേഷൻ ചെയ്തു. ലക്ഷ്മി ഷാനവാസിനെയും അനുമോളെയും ആണ് നോമിനേഷൻ ചെയ്തത്. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്നു, വഴച്ചൊടിക്കുന്നു എന്ന കാരണത്താൽ അക്ബർ ഖാനെയും, ഹിപ്പോക്രാറ്റ് ആയതുകൊണ്ടും തന്നെ ക്യാമറ പോലെ ഉപയോഗിക്കുന്നു എന്ന കാരണത്താൽ അനുമോളെയും സാബുമാൻ നോമിനേഷൻ ചെയ്യുന്നു. ബിന്നി ഷാനവാസിനെയും സാബുമാനെയും നോമിനേഷൻ ചെയ്യുന്നു. ആദില അക്ബർ ഖാനെയും ബിന്നിയെയും നോമിനേഷൻ ചെയ്യുന്നു. ആദിലയ്ക്കും നൂറയ്ക്കും എന്നും പറയാൻ ഒരു പേരുണ്ട്, അതാണ് അക്ബർ. അക്ബർ വളച്ചൊടിക്കുന്നുവെന്ന്. പണ്ടെന്നോ വളച്ചൊടിച്ച, ഇപ്പോൾ ഒരു വളച്ചൊടിക്കലുമില്ല. വെറുതെ ഇരിക്കുക മാത്രമാണ് അക്ബർ ചെയ്യുന്നത്. ഇവരൊക്കെ വളച്ചൊടിക്കുന്ന അത്രയും അക്ബർ ഒന്നും വളച്ചൊടിക്കുന്നേ ഇല്ല. ഷാനവാസ് ലക്ഷ്മിയെയും ബിന്നിയെയും നോമിനേഷൻ ചെയ്യുന്നു. അനുമോൾ സാബുമാനെയും നെവിനെയും നോമിനേഷൻ ചെയ്യുന്നു. നൂറ അക്ബർ ഖാനെയും നെവിനെയും നോമിനേഷൻ ചെയ്യുന്നു. നെവിൻ അനുമോളെയും അനീഷിനെയും നോമിനേഷൻ ചെയ്യുന്നു. 2 വോട്ടുകളുടെ നെവിൻ, സാബുമാൻ, ലക്ഷ്മി. 3 വോട്ടുകളുടെ അനീഷ്, അനുമോൾ, അക്ബർ, ബിന്നി. 4 വോട്ടുകളുടെ ഷാനവാസ് എന്നിവരാണ് നോമിനേഷനിൽ വന്നത്. ക്യാപ്റ്റനായ ആദിലയും നൂറയും ആര്യനും ഇത്തവണ നോമിനേഷനിൽ വന്നില്ല. അടുത്തത് BB ഡാൻസ് മാരത്തോൺ ആണ്. അതിൽ സാബുമാൻ പട്ടണത്തിൽ ഭൂതത്തിലെ ഭൂതമായിട്ടും, ഷാനവാസ് നരനിലെ മുള്ളൻ കൊല്ലി വേലായുധനായിട്ടും, കിലുക്കത്തിലെ നന്ദിനിയായിട്ട് അനുമോളും, മായാമോഹിനിയായിട്ട് ആര്യനും, ജോക്കറായിട്ട് അനീഷും, കാർത്തുമ്പിയായിട്ട് നൂറയും, പാർത്ഥസാരഥിയായിട്ട് ആദിലയും, എന്റെ കസ്തൂരിയായിട്ട് ലക്ഷ്മിയും, ഗാന്ധർവത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രമായ സാമുവൽ അലക്സാണ്ടറായിട്ട് നെവിനും, മിന്നൽ മുരളിയായിട്ട് അക്ബറും, പഞ്ചാബി ഹൗസിലെ സിക്കന്ദറായിട്ട് ബിന്നിയും. ആ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട പാട്ട് വയ്ക്കുമ്പോൾ അവിടെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കണം ആ കഥാപാത്രങ്ങൾ. അല്ലാത്തപ്പോൾ ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് നടക്കണം. ഓരോരുത്തരുടെ കയ്യിലും 10 കോയിനുകൾ ഉണ്ടാവും. ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ആളുകൾക്ക് കോയിൻ കൊടുക്കാവുന്നതാണ് ടാസ്ക് കഴിയുമ്പോൾ. അങ്ങനെ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്ക് സൂപ്പർ പവറുകൾ ഉണ്ടായിരിക്കുമെന്ന് ബിഗ് ബോസ് അത് പിന്നീട് അറിയിക്കും. ഇവരുടെ സ്വഭാവം വെച്ച് എത്ര നന്നായിട്ട് കളിച്ചാലും കോയിൻ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അവരുടെ വേണ്ടപ്പെട്ടവർക്കും ഗ്രൂപ്പുകൾക്ക് മാത്രം അവർ കൊടുത്തു വരും. 3-4 പേരുടെ പെർഫോമൻസ് മാത്രമേ വലിയ കുഴപ്പമില്ലായിരുന്നുള്ളൂ. സാബുമാന്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നൂറയുടെ കുഴപ്പമില്ലായിരുന്നു. അനുമോളിന്റെ ഇച്ചിരി ഓവറാ, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ആ കഥാപാത്രത്തിനോട് അത്യാവശ്യം നീതി പുലർത്തി. ലക്ഷ്മി, ഷാനവാസ് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കുറച്ച് പേര് മാത്രം. അനീഷൊക്കെ വെറുതെ ജോക്കറായിട്ട് നിൽക്കുന്നേ ഉണ്ടായിരുന്നു. ആര്യനും നന്നായിട്ടുണ്ടായിരുന്നു. ആര്യന്റെ വേഷം നെവിനായെന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയോടെ സൂപ്പറായിരുന്നു. ഷാനവാസും സാബുമാനും നൂറയൊക്കെ വന്ന്
ഡാൻസിൻ്റെ സമയത്ത് വന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു 3 പേരുടെയും. ലക്ഷ്മിയുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കഴിഞ്ഞിട്ട് ഇനി നാളെയും ഇത് തന്നെ ബാലൻസ് ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമൻറ്റ് ചെയ്യാമോ? രാത്രിയുള്ള ചർച്ചയിൽ PR-കളെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അനുമോളും നൂറയും പയറൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു.